ആനത്താരിയിലൂടെ ആംബുലൻസ് ഓടിച്ച സൂപ്രണ്ട് എത്തിയത് 2.5 വയസ്സുകാരനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റാൻ. അട്ടപ്പാടി കോട്ടത്തറ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MS പത്മനാഭൻ ചികിത്സയിൽ മാത്രമല്ല അടിയന്തര ഘട്ടത്തിൽ വളയം പിടിക്കാനുമുണ്ട് മികവ്. 2.5 വയസ്സുള്ള മകന് ചികിത്സ വേണ്ടെന്ന് വെച്ച് ഊരിലേക്ക് മടങ്ങിയ കുടുംബത്തെ ആനത്താരയിലൂടെ ആംബുലൻസ് ഓടിച്ച് ആശുപത്രിയിൽ തിരികെ എത്തിച്ചത് ആശുപത്രി സൂപ്രണ്ട്. അട്ടപ്പാടി കോട്ടത്തറ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MS പത്മനാഭനാണ് ചികിത്സയിൽ മാത്രമല്ല അടിയന്തര ഘട്ടത്തിൽ വളയം പിടിക്കാനും മികവുണ്ടെന്ന് തെളിയിച്ചത്. ശ്വാസതടസ്സം നേരിട്ട മകനുമായി ചികിത്സ തേടിയെത്തി. പിന്നീട് ഡോക്ടറോട് പറയാതെ ഊരിലേക്ക് മടങ്ങിയ കുടുംബത്തെ കണ്ടെത്തി 2.5 വയസ്സുകാരനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാനായിരുന്നു സൂപ്രണ്ടിന്റെ യാത്ര. അർദ്ധരാത്രിയിൽ ആംബുലൻസ് ആനത്താരയിലൂടെയും കോൺക്രീറ്റ് പാതയിലൂടെയും പാഞ്ഞു. ആംബുലൻസ് ഡ്രൈവറുടെ അഭാവത്തിൽ വളയം പിടിക്കാനുള്ള ചുമതല സ്വയം ഏറ്റെടുത്ത സൂപ്രണ്ട് പത്മനാഭനൊപ്പം ശ്വാസമടക്കിപ്പിടിച്ച് ഡോക്ടർമാരുൾപ്പെടെയുള്ള ആരോഗ്യപ്രവർത്തകർ. 22 കിലോമീറ്റർ അകലെ ആംബുലൻസ് ഓടിച്ചെത്തുമ്പോൾ 2.5 വയസ്സുകാരൻ ശ്വാസമെടുക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. കുടുംബത്തെ ബോധ്യപ്പെടുത്തി അതേ ആംബുലൻസിൽ തിരിച്ച് കോട്ടത്തറയിലേക്ക്. മതിയായ ചികിത്സ കിട്ടാതിരുന്നാൽ കുട്ടിയുടെ ജീവന് തന്നെ ആപത്തെന്ന് കണ്ടാണ് സൂപ്രണ്ട് ആംബുലൻസ് ഓടിച്ച് സൂപ്പർമാനായത്. കുട്ടിയുടെ വീട് വാഹനമെത്താത്ത ഗലസിയൂരിലാണെങ്കിലും കൽക്കണ്ടിയിലെ ബന്ധുവീട്ടിൽ ഇവർ തങ്ങിയത് തുണയായി. 2ാം വട്ടം ആലോചിക്കാതെ രാത്രിയിൽ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയതിനാൽ അലോസരപ്പെടുത്താൻ സാധ്യതയുണ്ടായിരുന്ന വാർത്ത ആശ്വാസവഴിയിലേക്ക് മാറി. നല്ല അണ്ടർവെയ്റ്റ് ആണ്, പ്ലസ് ഡീഹൈഡ്രേഷൻ ഉണ്ട്, പിന്നെ നല്ല ശ്വാസ തടസ്സമുണ്ട്, ചുമയുണ്ട്. അപ്പോൾ ഒരു ന്യൂമോണിയയുടെ എല്ലാ ലക്ഷണവും ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ പാരൻസിന് എന്തോ ഒരു ഭയം കാരണം അവർ പതുക്കെ ആരും കാണാതെ കൊച്ചിനെ എടുത്തുകൊണ്ട് ഇവിടുന്ന് അബ്സ്കോണ്ട് ചെയ്യാനുണ്ടായത്. അപ്പോൾ നമ്മളിത് വിവരം അറിഞ്ഞ ഉടനെ ഈ കൊച്ചു ചികിത്സ കിട്ടിയില്ലെങ്കിൽ അപകടത്തിലാവാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു നിഗമനത്തിൻ്റെ പുറത്ത് ഉടനെ തന്നെ കൊച്ചിനെ കണ്ടുപിടിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ITDP, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ഫീൽഡ് വിഭാഗം എല്ലാ ആളുകൾക്കും ഇൻഫർമേഷൻ പാസ് ചെയ്തു. ഒരു ഗലസി ഊരിലാണ്. ഊരിലേക്ക് പക്ഷേ രാത്രി എങ്ങനെയായാലും അവർക്ക് എത്തിപ്പെടാൻ സാധ്യത കുറവാണെന്നുള്ളൊരു നിഗമനം ഉണ്ടായിരുന്നു. എന്നാലും അവിടെ ചെക്ക് പോസ്റ്റിൽ ഈ കൊച്ചിനെയും കൊണ്ട് വണ്ടി വല്ലതും ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവർ അവിടെ തടഞ്ഞു വെക്കാനായിട്ട് നമ്മൾ അവരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഒരു കൽക്കണ്ടിയിൽ ഇവരുടെ ഏതൊരു റിലേറ്റീവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫീൽഡ് സ്റ്റാഫും ITDPക്കാരും അവരെ അവിടെ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ പോയി വണ്ടിയായിട്ട് പോയിട്ട് പിക്ക് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. എന്നിട്ട് ഉടൻ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ IV ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. കൊച്ച് ഏറെക്കുറെ മെച്ചപ്പെട്ടു. ഡോക്ടറുടെ നിർബന്ധത്തിന് വഴങ്ങി കുടുംബാംഗങ്ങൾ ആശുപത്രിയിലേക്ക് തിരികെ എത്തിച്ച കുഞ്ഞ് സുഖം പ്രാപിക്കുന്നു. UTV ന്യൂസ്, പാലക്കാട്.